ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഞാനൊരു ഫാക്ട് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഭാര്യയും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്ഷൻസ് എന്തായാലും ഇവർ തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഈ സിമിലാരിറ്റീസ് ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് ട്രേഡിംഗ് പറയാൻ കുറച്ചും കൂടി അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെടുത്ത് ഒരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും 20% അല്ലെങ്കിൽ 40% അല്ലെങ്കിൽ 50% നിങ്ങൾക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് വരും. പക്ഷേ സ്റ്റോപ്പ് ലോസ് കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിന്നിങ് നിങ്ങൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം റിവാർഡ് എടുക്കാൻ നോക്കാം. പിന്നെ ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലോ നിങ്ങൾ റിവെഞ്ച് ട്രേഡിന് ഒരിക്കലും പോകരുത്. റിവെഞ്ച് ട്രേഡിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടുള്ളൂ, ക്യാപിറ്റലും കൂടി ചിലപ്പോൾ വാഷ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേഷ്യൻസ്. ഈ മാർക്കറ്റിനോ ഇവർക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ഡിസിപ്ലിൻ പഠിക്കുന്നത് നമ്മളാണ്. അവരവിടെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ സോഫയിൽ പോയിരിക്കുക, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക, ട്രെൻഡ് മനസ്സിലാക്കുക. ഇവരെ ട്രെൻഡ് മനസ്സിലാക്കുക. ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സ്ട്രാറ്റജി എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ റിവെഞ്ച് ട്രേഡിന് പോവാ, നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച് ഓപ്പോസിറ്റ് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും ഇപ്പം ഞാൻ എല്ലാ പൈസയും തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ക്യാപിറ്റലും പോവും, സമാധാനം പോവും. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ലോവർ സർക്യൂട്ട് അടിക്കും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന്, കല്യാണം കഴിഞ്ഞ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ബൈ.